പരസ്പരം പെരുമാറ്റച്ചട്ട ലംഘനം ആരോപിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിച്ച മുന്നണികൾ മതചിഹ്നം ഉപയോഗിക്കുന്നു, ഔദ്യോഗിക സംവിധാനങ്ങൾ ദുരുപയോഗം ചെയ്യുന്നു എന്നിങ്ങനെയാണ് പരാതികൾ. ആലത്തൂരിൽ സ്ഥാനാർത്ഥികളുടെ ഫ്ലെക്സ് ബോർഡുകൾ തകർത്തു. പ്രചാരണ വേദികളിൽ പൗരത്വ ഭേദഗതിയും കേന്ദ്ര ഏജൻസികളും തന്നെയാണ് പ്രധാന ചർച്ചാ വിഷയം. പത്തനംതിട്ടയിലെ ബസ് കാത്തിരിപ്പ് കേന്ദ്രങ്ങളിൽ ഫണ്ട് ചെലവഴിച്ച എംപിയുടെ പേരും ചിത്രങ്ങളും മറക്കണമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. കാരണം സിറ്റിംഗ് എംപിയായ ആന്റോ ആന്റണി തന്നെയാണ് ഇത്തവണയും UDF-ന് വേണ്ടി മത്സരിക്കുന്നത്. LDF-ന്റെ പരാതിയിലാണ് നടപടി. ചെലവ് ആന്റോ ആന്റണി വഹിക്കണം. സർക്കാർ സംവിധാനങ്ങളെ ദുരുപയോഗം ചെയ്യുന്നത് തോമസ് ഐസക്കാണെന്ന് ആന്റോ ആന്റണിയുടെ പ്രതികരണം. സർക്കാരിൻ്റെ സംവിധാനം മുഴുവൻ ദുരുപയോഗം ചെയ്യുന്നു. കുടുംബശ്രീ സർക്കാരിൻ്റെ, തൊഴിലുറപ്പ് സർക്കാരിൻ്റെ, അതുപോലെ അംഗൻവാടി സർക്കാരിൻ്റെ, ഹരിതസേന സർക്കാരിൻ്റെ, ഇതിനെല്ലാം അന്ത്യശാസനം കൊടുത്തിരിക്കുക. നിങ്ങൾ വന്ന ഐസക്കിൻ്റെ തെരഞ്ഞെടുപ്പ് യോഗങ്ങളിൽ പങ്കെടുത്തില്ലെങ്കിൽ നിങ്ങൾക്ക് ഇനി തൊഴിലുണ്ടാവില്ല എന്ന് പറഞ്ഞ് അന്ത്യശാസനം കൊടുത്ത് ഭീഷണിപ്പെടുത്തിയാണ് അവരെ കൊണ്ടുവരുന്നത്. അതുപോലെ തൃശൂരിൽ പ്രചാരണത്തിനിടെ BJP ദേശീയ വൈസ് പ്രസിഡന്റ് AP അബ്ദുള്ളക്കുട്ടി ശ്രീരാമന്റെ പേരുപയോഗിച്ചതിനെതിരെ LDF തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിച്ചു. CPM-ന് പ്രകടനത്തിൽ പങ്കെടുക്കുന്നവർ പോലും അവർക്ക് വോട്ട് ചെയ്യില്ല. അവർ രഹസ്യമായി വന്ന് ശ്രീരാമനെ മനസ്സിൽ ധ്യാനിച്ച് താമരക്ക് വോട്ട് ചെയ്യും. മിക്കവാറും സഖാക്കളെ വീട്ടിലൊക്കെ സന്ധ്യക്ക് വിളക്ക് കൊളുത്തി രാമരാമ മന്ത്രങ്ങൾ ഉരുവിടുന്നത് ഈ കുഞ്ഞിക്കാതുകൊണ്ട് ഞാൻ കേട്ടിട്ടുണ്ട്. ആറ്റിങ്ങലിൽ UDF ആണ് പരാതിക്കാർ. പബ്ലിക് റിലേഷൻസ് വകുപ്പ് പുറത്തിറക്കിയ മുഖ്യമന്ത്രിയുടെ നിയമസഭാ പ്രസംഗം എന്ന പുസ്തകം LDF പ്രചാരണത്തിന് ഉപയോഗിക്കുന്നുവെന്നാണ് പരാതി. ആലത്തൂരിൽ UDF സ്ഥാനാർത്ഥി രമ്യ ഹരിദാസിന്റെയും LDF സ്ഥാനാർത്ഥി K രാധാകൃഷ്ണന്റെയും പോസ്റ്ററുകളും ഫ്ലക്സുകളും നശിപ്പിച്ച നിലയിൽ കണ്ടെത്തി. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക് 24.